ആദ്യം തന്നെ അതിനായിട്ട് നമ്മൾ വെളുത്തുള്ളി, കുറച്ച് ഒലിവിന്റെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതാണ് നമ്മുടെ ഈ സാലഡിന്റെ ഹൈലൈറ്റ് കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ട് നമ്മളൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആളിന്റെ എണ്ണ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം. ഇപ്പൊ ഞാനിത് ഒരു പകുതി ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത്, ചെറുത് മതി കേട്ടോ. അതുപോലെ തന്നെ ഒരു പകുതി കുക്കുംബർ, അതുപോലെ തന്നെ നമുക്ക് ക്രാൻബെറി ബീനാണ് ഇട്ടത്. ഇത് നമ്മൾ നന്നായിട്ട് തലേ ദിവസം തന്നെ വെള്ളത്തിൽ ഇട്ട് കുതിർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതൊരു 1/2 കപ്പ് ഉണ്ടാകും. അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇതിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ ഗൂഗിള് നോക്കിക്കോളൂ. ഒരുപാട് ഫൈബർ, ഒരുപാട് ഹൈ റിച്ച് പ്രോട്ടീൻ, നാരുകൾ അടങ്ങിയ ഒരു പയറുവർഗ്ഗമാണിത്. ഈ ഒരു പയറുവർഗ്ഗത്ത് എല്ലാ പയറുവർഗ്ഗങ്ങളുടെയും ഇനത്തിൽപ്പെട്ടത് തന്നെയാണ്. എന്നാൽ പോലും വിദേശത്ത് ഇത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ്. അവരുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം കൂടെ തന്നെയാണ്. അവരെപ്പോഴും പറഞ്ഞു വന്നാൽ ഒരു എല്ലാ ആഴ്ചയിലും അവര് മുടക്കാതെ കഴിക്കുന്ന ഒരു ബീനാണിത് കേട്ടോ. അപ്പം നമുക്കൊക്കെ ഈ പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പം ഗ്യാസ് ട്രബിളിന്റെ പ്രോബ്ലംസ് ഉണ്ടാകുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മിക്സ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇവിടെ ഉള്ളവർ ചേർക്കാറുണ്ട്, പക്ഷെ ഒരുപാട് വെളുത്തുള്ളി ചേർക്കാറില്ല. ഞാൻ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് നമ്മൾ ഫൈനലായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനിയിപ്പം നമ്മൾ ലെറ്റസ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ലെറ്റസും കൂടെ ചേർത്തിട്ട്, ലെറ്റസിന്റെ ഒക്കെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല. അത്രയേറെ ഗുണങ്ങളുള്ളതാണ് ലെറ്റസ്. നിങ്ങളിപ്പോ ഞാനിതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം അതിന്റെ ഗുണം. അതിലേക്ക് ഞാനൊരു 1/2 പച്ചമുളക് കേട്ടോ, ഇവിടുത്തെ പകുതി പച്ചമുളക് ചേർക്കുന്നുണ്ടേ. ഇത് ഇത്രയും തന്നെ ധാരാളം മതിയായിരിക്കും. ഇനിയിപ്പോ അതിലേക്ക് നമ്മൾ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില നമ്മളുടെ വീക്ക്നെസ് ആണല്ലോ, സോ അങ്ങനെ വാരിക്കോരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. ആൾക്കാരുടെ അനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്ന അതിന്റെ ആ ഒരു സംഭവങ്ങൾ നിങ്ങൾ അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോ നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കുക. ഇതിന് കറക്റ്റ് പരിവാണ് കേട്ടോ ഇത് ഞാനിപ്പോ എടുത്തിരിക്കുന്ന ഈ സോസ്. ഇതിലേക്ക് ഇനിയിപ്പോ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ക്രാൻബെറി ബീൻസ് വെച്ചിട്ടുള്ള സാലഡ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാനത് ടേസ്റ്റ് ചെയ്താണ് കേട്ടോ. അപ്പൊ വായിലിങ്ങനെ വെള്ളം ഊറിക്കൊണ്ടിരിക്കുക. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യുന്നേ ഞാൻ പറയത്തുള്ളൂ. അത്രയേറെ പ്രോട്ടീൻ റിച്ചും നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു ബീനാണിത്. അത് വെച്ചിട്ടുള്ള സാലഡാണിത്. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷ് എന്ന് പറയുമ്പം കുഞ്ഞുങ്ങൾ മുതൽ വലിയവർക്ക് വരെ കഴിക്കാം. ബട്ട് കുഞ്ഞുങ്ങൾക്ക് ഈ ബീൻ ഒക്കെ കൊടുക്കുന്നത് അവരുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബീനാണിത്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ളത്. അതിനുശേഷം നിങ്ങൾ ട്രൈ ചെയ്തോ. നമ്മളിത് ചിക്കന്റെ ഡിഷസിലൊക്കെ നമുക്ക് ഇവിടെയൊക്കെ എല്ലാവരും ചേർത്ത് കഴിക്കാറുണ്ട്.
അതുപോലെ തന്നെ പല പല വെറൈറ്റീസ് ഓഫ് ഡിഷസ് ഉണ്ട് ഈ ഒരു ബീൻ വെച്ചിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കുമ്പോഴും ഹെൽത്തിന് 100% ബെനിഫിറ്റ് ഉള്ള ഒരു സലാഡ് തന്നെയാണിത്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് അറിയിച്ചോളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കാവുന്നതാണ്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് എന്ത് തന്നെ വേണമെങ്കിലും ഇതിൽ ചേർത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് യുവർ വാല്യുബിൾ സപ്പോർട്ട്.